ഹായ് ഡിയേഴ്സ്, വെൽക്കം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ട കാര്യങ്ങൾ, അതിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ടീച്ചർ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ടീച്ചർ പറയാം, എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് വെച്ചാൽ, കെമിക്കൽ കൈനറ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് ആണ് കെമിക്കൽ കൈനറ്റിക്സ്. ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷനെ കുറിച്ചിട്ടും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷനെ കുറിച്ചിട്ടും പിന്നെ എങ്ങനെയാണ് ഒരു റിയാക്ഷൻ നടക്കുന്നത്, ആ റിയാക്ഷന്റെ മെക്കാനിസത്തെ കുറിച്ചിട്ടൊക്കെയാണ് കെമിക്കൽ കൈനറ്റിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ദ മെക്കാനിസം ബൈ വിച്ച് കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ്സ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമ്മൾ നോക്കുന്ന ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള വേർഡ്, ഈ വേർഡ് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള വേർഡാണ്. മൂവ്മെന്റ് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് വെച്ചാൽ മൂവ്മെന്റ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ, റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ റിയാക്റ്റൻസ് മാറിയിട്ട് അവിടെ പ്രോഡക്റ്റ് ആവുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ കെമിക്കൽ കൈനറ്റിക്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മളിവിടെ പഠിക്കുന്ന കാര്യമാണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ്. ഒരു റിയാക്ഷന്റെ റേറ്റ് എങ്ങനെയൊക്കെ മാറും എന്നുള്ളത് കേട്ടോ. നമുക്ക് റേറ്റ് എന്താണെന്ന് അറിയണം അല്ലെ. റേറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ റേറ്റ് എന്താണെന്ന് അറിയണം. അപ്പൊ റേറ്റ് എന്താ നോക്കാം. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഓർ പ്രോഡക്റ്റ് പെർ യൂണിറ്റ് ടൈം. നോക്കൂ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ, ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട്, ഒരു റിയാക്ഷനിൽ ആരൊക്കെ ഉള്ളത്, ഒരു റിയാക്ഷനിൽ ഒരു റിയാക്റ്റന്റ് ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ ടീച്ചർ ആറെന്ന് എഴുതിയേക്കണത് റിയാക്റ്റന്റ് ആണ്, പീന്ന് എഴുതിയേക്കണത് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റന്റിന്റെ അളവിന് എന്ത് സംഭവിക്കും? റിയാക്റ്റന്റിന്റെ അളവിന് എന്ത് സംഭവിക്കും? കുറയും അല്ലേ. റിയാക്റ്റന്റ് കുറയും. റിയാക്റ്റന്റ് കുറയുന്നതിനനുസരിച്ച് ആര് കൂടും? പ്രോഡക്റ്റ് കൂടും. ശരിയല്ലേ? അപ്പൊ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷനിൽ നമുക്ക് രണ്ടാൾക്കാരാണ് ഉള്ളത്. ഒന്ന് റിയാക്റ്റന്റ്, അടുത്ത ആള് പ്രോഡക്റ്റ്. റിയാക്ഷൻ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പേപ്പർ കത്തിക്കുന്ന റിയാക്ഷൻ, പേപ്പർ കത്തിക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ പേപ്പർ ആണ് അവിടുത്തെ റിയാക്റ്റന്റ്. ഓക്കെ, പേപ്പർ ആണ് അവിടുത്തെ റിയാക്റ്റന്റ്. പേപ്പർ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന കരി, അതേപോലെ പുക, അവരാണ് നമ്മുടെ പ്രോഡക്റ്റ്. മനസ്സിലായോ? ഓക്കെ, പേപ്പർ കത്തി തുടങ്ങി കഴിഞ്ഞാൽ പേപ്പറിന്റെ കോൺസെൻട്രേഷൻ എന്ത് പറ്റും? കുറയും അല്ലെ. പേപ്പറിന്റെ കോൺസെൻട്രേഷൻ കുറയും. പേപ്പറിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് ആര് കൂടും? പ്രോഡക്റ്റ് അല്ലെ. കരിയും പുകയൊക്കെ കൂടും. മനസ്സിലായോ? ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റിന്റെ അളവ് കുറയും, പ്രോഡക്റ്റിന്റെ അളവ് കൂടും. സോ വാട്ട് ഈസ് റേറ്റ്? Rate of a reaction is equal to decrease in concentration of A. A എന്ന് വെച്ചാൽ നമ്മുടെ reactant divided by time taken. എത്ര സമയം കൊണ്ടാണ് ആ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് പ്രോഡക്റ്റിന്റെ ടേംസിൽ പറയാനാണെങ്കിൽ എങ്ങനെ പറയാം? Rate of a reaction is equal to increase in concentration of B by time taken. ഓക്കെ, മനസ്സിലായോ? മക്കളെ, ഈ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ചേഞ്ച് ആയി എന്നാണ് അർത്ഥം അല്ലെ. സമയം പോകും തോറും റിയാക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വന്നു. അപ്പൊ റിയാക്റ്റിന്റെ കോൺസെൻട്രേഷൻ മാറി. നമ്മൾ ആ ചേഞ്ചിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് ഡെൽറ്റ അല്ലെ, ഡെൽറ്റ. അപ്പൊ റിയാക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് സൈൻ എന്തിടാം? മൈനസ്. അപ്പൊ ഇവിടെ മൈനസ് എന്നതിന്റെ ഉദ്ദേശം എന്താണ്? മൈനസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു എന്നാണ്. റിയാക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു. ഓക്കെ, റിയാക്റ്റിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ആയി. സോ ഡെൽറ്റ ചേഞ്ച് ആവുന്നു അല്ലെങ്കിൽ കുറയുന്നു, അത് നമ്മൾ എങ്ങനെ കാണിക്കുന്നത്? ഡെൽറ്റ. ഡെൽറ്റ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ആർ. ഇപ്പൊ ഇവിടെ നമ്മൾ എ എന്നാണ് എടുത്തേക്കുന്നത്. അപ്പൊ എ എന്ന് തന്നെ എഴുതാം കേട്ടോ. ഇവിടെ എ ആയതുകൊണ്ട് നമുക്ക് റിയാക്റ്റന്റിന്റെ സ്ഥലത്ത് ഇവിടെ എ എന്നാണ് എടുക്കുന്നത്. അപ്പൊ എ, റിയാക്റ്റന്റ് എ. ഓക്കെ, മനസ്സിലായോ? ഈ ഡെൽറ്റ ഇട്ടേക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് എ കുറഞ്ഞു. അതായത് ഈ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നത് കോൺസെൻട്രേഷനെ കാണിക്കാനാണ്. അപ്പൊ എയുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ആയി. എങ്ങനെ ചേഞ്ച് ആയി? കുറഞ്ഞു. കുറഞ്ഞു എന്ന് കാണിക്കാനാണ് നമ്മൾ മൈനസ് ഇട്ടേക്കണേ. വിത്ത് റെസ്പെക്ട് ടു ടൈം, സമയത്തിനനുസരിച്ചാണ് കോൺസെൻട്രേഷൻ ചേഞ്ച് ആവുന്നത്. സോ ഡെൽറ്റ ടി. മനസ്സിലായോ? ഓക്കെ, ഇനി അതേപോലെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ബി. ബി എന്ന് വെച്ചാൽ ആരാ? പ്രോഡക്റ്റ് കേട്ടോ, പ്രോഡക്റ്റ്. അപ്പൊ പ്രോഡക്റ്റിന് എന്താ പറ്റുന്നത്? പ്രോഡക്റ്റ് കൂടിക്കൊണ്ടിരിക്കുക അല്ലെ. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടാണെന്ന് കാണിക്കാൻ നമ്മൾ സൈൻ പ്ലസ് ഇടും. ഓക്കെ, ഇനി പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ സോ ഡെൽറ്റ. ഇനി പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ബി.
ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പൊ റേറ്റ് എഴുതാൻ പറഞ്ഞാൽ റേറ്റ് നമ്മൾ എങ്ങനെയാ എഴുതുന്നത്? റേറ്റ് ഇസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ആ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ടി. ഓക്കെ, ക്ലിയർ ആയോ? അതേപോലെ പ്രോഡക്റ്റിന്റെ ടേംസിൽ എഴുതാനാണെങ്കിൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു increase in concentration of B divided by time taken. So plus delta concentration of B divided by T. മനസ്സിലായോ കുട്ടികളെ? ഓക്കെ അല്ലേ? ശരി. ഇനി ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. നോക്കിയേ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ടൈം. നോക്കിയേ, സമയം പോകും തോറും, സമയം നീങ്ങും തോറും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് പറ്റും? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. അതാണ് ഈ കാണിച്ചിരിക്കണേ റിയാക്ടന്റ്. ഇവിടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. ആ കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ റേറ്റ് ആയിട്ട് എഴുതിയത് അല്ലെ? സോ റേറ്റിനെ നമ്മൾ എങ്ങനെ എഴുതി? റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതിനെ ഗ്രാഫിക്കലി കൂടി കാണിച്ചേക്കാണ് കേട്ടോ. അതായത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വന്നു. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് ആര് കൂടും മക്കളെ? പ്രോഡക്റ്റ് അല്ലെ? പ്രോഡക്റ്റ് കൂടും. ഉണ്ടോ? പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടി. അപ്പൊ നമുക്ക് ഇവിടുത്തെ റേറ്റ് പറയുമ്പോൾ എങ്ങനെ പറയും? റേറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. മനസ്സിലായോ? അപ്പൊ എന്താണ് റേറ്റ് എന്ന് പറഞ്ഞാൽ? റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ശരി. ഇനി അടുത്തത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എഴുതാം. റേറ്റ് കാണിക്കുന്നതിനുള്ള കുറച്ച് എക്സാമ്പിൾസ്. റേറ്റ് എഴുതാൻ പഠിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കൺസിഡർ എ റിയാക്ഷൻ എ പ്ലസ് ബി ഗിവിംഗ് 2C. ഓക്കെ, എ പ്ലസ് ബി ഗിവിംഗ് 2C. നിങ്ങൾ ആദ്യം ഇതിൽ അറിയേണ്ടത് ആരാണ് റിയാക്ടന്റ്, ആരാണ് പ്രൊഡക്റ്റ്. ഇവിടെ ആരാണ് റിയാക്ടന്റ്? ഇവിടെ എയും ബിയും റിയാക്ടന്റ് ആണ്. എയും ബിയും റിയാക്ടന്റ് ആണ്. സി ആരാണ് മക്കളെ? സി നമ്മളുടെ പ്രോഡക്റ്റ് ആണ്. സി ഇസ് ദ പ്രോഡക്റ്റ്. ഓക്കെ, എയും ബിയും റിയാക്ടന്റ് ആണ്, സി നമ്മളുടെ പ്രോഡക്റ്റ് ആണ്. ശരി, നമുക്ക് ഇനി റേറ്റ് എഴുതി നോക്കാം. റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് എങ്ങനെ എഴുതാന്ന് പറഞ്ഞാൽ റിയാക്ടന്റ് ടേംസിലാവുമ്പോ മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ ആണോ? അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മള്. മനസ്സിലായ? നേരത്തെ എഴുതിയ പോലെ തന്നെ കേട്ടാ. ഇത് നോക്കിയേ, ബി. ഇവിടെ ബി എന്നുള്ള ഒരു റിയാക്ടന്റ് കൂടി ഉണ്ട് അല്ലെ? രണ്ട് റിയാക്ടന്റ് ഉണ്ട്, ഒന്ന് എയും ഒന്ന് ബിയും. അപ്പൊ എയുടെ കോൺസെൻട്രേഷൻ കുറയുന്ന പോലെ തന്നെ ബിയുടെ കോൺസെൻട്രേഷൻ കുറയൂലേ? സോ റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ക്ലിയർ ആയോ? ഓക്കെ. ഇനി പ്രോഡക്റ്റ് ആരാണ് ഇവിടെ? സി ആണ് നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെ? ഈ സിയുടെ മുന്നിൽ നമ്പർ ഓഫ് മോൾസും കൂടി എഴുതിയിട്ടുണ്ട്, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റും കൂടി എഴുതിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എഴുതുമ്പോൾ നമ്മൾ അതിനെ ഇവിടെ 1/2 എന്ന് പറഞ്ഞ് എഴുതണം കേട്ടോ. ഇവിടെ ഏതെങ്കിലും ഒരു നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ 1/2 എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഇവിടെ 3 ആണെങ്കിലോ 1/3 എന്നുള്ള രീതിയിൽ എഴുതും. മനസ്സിലായോ? ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ശരി, അടുത്ത എക്സാമ്പിൾ നോക്കാം നമുക്ക്. അടുത്ത എക്സാമ്പിൾ നോക്കിയേ, 2N2O5 gives 4NO2 plus O2. ശരി, ഈ റിയാക്ഷനിൽ ആരാണ് റിയാക്ടന്റ്? ആരാണ് നമ്മുടെ റിയാക്ടന്റ്? N2O5 ആണ് നമ്മുടെ റിയാക്ടന്റ്. N2O5 റിയാക്ടന്റ്. ആരാണ് നമ്മുടെ പ്രോഡക്റ്റ്? ഇവര് രണ്ടുപേരുമാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഓക്കെ, ശരി. ഇനി നമ്മൾ എങ്ങനെ എഴുതാ? റേറ്റ് എഴുതുന്നത് എങ്ങനെയാണ്? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയാണെന്ന് കാണിക്കാൻ വേണ്ടി ഇതാ സൈൻ നമ്മൾ മൈനസ് ഇട്ടു. ഓക്കെ, റിയാക്ടന്റിന് മുന്നിൽ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉണ്ട്. സോ അതിനെ നമ്മൾ 1/2 ഇട്ടു. കണ്ടോ? 1/2 കണ്ടോ? ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എത്രയാണോ തരുന്നത് അത് 1/2. റിയാക്ടന്റ് ആണെങ്കിൽ ഇവിടെ മൈനസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ചേഞ്ച് ചെയ്യുന്നു. ആരുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ആവുന്നത്? ഡെൽറ്റ. റിയാക്ടന്റ് ആരാണ് ഇവിടെ? കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. കണ്ടോ? ഇവിടെ നമ്മളുടെ റിയാക്ടന്റ് എ ആയതുകൊണ്ടാണ് ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എ എഴുതിയത്. ഇവിടെ നമ്മുടെ റിയാക്ടന്റ് N2O5 ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് N2O5 മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾക്ക് പ്രോഡക്റ്റ് ആണ് ഉള്ളത് അല്ലെ? വേറെ റിയാക്ടന്റ് ഒന്നും ഈ റിയാക്ഷനിൽ ഇല്ല. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് ആണ് ഉള്ളത്. സോ നമുക്ക് പ്രോഡക്റ്റിലേക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ പ്രോഡക്റ്റ് ആരാണ്? NO2 ആണ്. ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉണ്ട്. പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മൾ പ്ലസ് ആണ് എഴുതുക. പ്ലസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പ്ലസ് ആയതുകൊണ്ട് പ്ലസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എഴുതിയാലും തെറ്റൊന്നുമില്ല.
ഓക്കെ, അപ്പൊ 1/4 സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിവിഷൻ ആയിട്ട് എഴുതാൻ ടീച്ചർ പറഞ്ഞു അല്ലേ. സോ 1/4 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് NO2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. മനസ്സിലായോ? അത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി, ഇനി അടുത്ത പ്രോഡക്റ്റ് ആരാണ്? O2 ആണ് അല്ലേ. അപ്പൊ ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് O2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അവിടെ നമ്പർ ഓഫ് മോൾസ് 1 ആയതുകൊണ്ട് പിന്നെ അവിടെ 1/1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? ഓക്കെ ആണോ? റേറ്റ് ചെയ്താൽ മനസ്സിലായോ എല്ലാവർക്കും? ശരി, അടുത്തൊരു എക്സാമ്പിളും കൂടി നോക്കിയേ. നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കിക്കേ. N2 + 3H2 giving 2NH3. N2 3H2 നമ്മുടെ റിയാക്റ്റന്റ് ആണ്. റിയാക്റ്റന്റ് N2 ന്റെ ഫ്രണ്ടിൽ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, 1/, എന്ന് പറഞ്ഞെടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ N2 റിയാക്റ്റന്റ് ആയതുകൊണ്ട് സൈൻ എന്ത് വരും മക്കളെ? സൈൻ മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് N2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ അല്ലേ? ഇനി അടുത്ത റിയാക്റ്റന്റ് 3H2. അപ്പൊ മൈനസ് കണ്ടോ 3 ഉണ്ട്, സോ അത് 1/3 മൈനസ് 1/3 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. നമ്മുടെ പ്രോഡക്റ്റ് ആരാണ്? പ്രോഡക്റ്റ് 2NH3. അപ്പൊ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉണ്ട്, സോ 1/2 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. റേറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഓർ പ്രോഡക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ. ഇനി നമ്മൾ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് പഠിക്കുകയാണ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള റേറ്റ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടൈം, ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ എത്രയാണോ റേറ്റ് അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് സ്മോൾ ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാം. സ്മോൾ വളരെ ഇപ്പോൾ 1 സെക്കൻഡിൽ എത്ര സംഭവിച്ചു റേറ്റ്, അങ്ങനെ വളരെ ചെറുതായിട്ടുള്ള ഇൻസ്റ്റൻസിൽ പറയുന്നതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റേറ്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള റേറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല മക്കളെ, നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ ആ ഡെൽറ്റയ്ക്ക് പകരം ഡി കൊടുക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്മോൾ ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ d/dt ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് അല്ലേ. സോ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഡെൽറ്റ എന്നുള്ള സൈനിന് പകരം d/dt കൊടുക്കും. ഓക്കെ ആണോ? ഇവിടെ നോക്കിയേ, A gives B. A ആണ് നമ്മുടെ റിയാക്റ്റന്റ്, B ആണ് നമ്മുടെ പ്രോഡക്റ്റ്. A റിയാക്റ്റന്റ്, B പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ റേറ്റ് എഴുതാൻ പറഞ്ഞ ടീച്ചർ ഒന്നുകൂടി എടുത്ത് എഴുതാം. റേറ്റ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, റിയാക്റ്റിന്റെ ടേംസിൽ എഴുതാൻ പറഞ്ഞാൽ ആദ്യം തന്നെ റിയാക്റ്റിന്റെ ടേംസിൽ എഴുതുമ്പോൾ സൈൻ എന്തിടുന്നത് നമ്മൾ മൈനസ് അല്ലെ. മൈനസ് ഡി, നേരത്തെ ഡെൽറ്റ എഴുതിയതിന് പകരം ഇവിടെ ഡി കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഡി കൊടുക്കുന്നത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡി ടി. ഓക്കെ അല്ലേ? ഈ പ്രോഡക്റ്റിന്റെ ടേംസിൽ എഴുതാനാണെങ്കിൽ ഈക്വൽ ടു പ്ലസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ dt. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം, ആ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന റേറ്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത എക്സാമ്പിൾ കൊടുത്തേക്കാണ് കേട്ടോ, ഇൻസ്റ്റന്റേനിയസ് റേറ്റിനുള്ള എക്സാമ്പിൾസ്. കൺഫ്യൂഷൻ ഉണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ A + B giving 2C എന്നാണെങ്കിൽ എയുടെ ടേംസിൽ എഴുതുമ്പോൾ -dA/dt റേറ്റ്, ബിയുടെ ടേംസിൽ എഴുതാനാണെങ്കിൽ റേറ്റ് -dB/dt. ഓക്കെ, സിയുടെ ടേംസിൽ എഴുതാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉണ്ട്. സോ 1/2 ഡി കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ dt. അതേ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് തന്നെ നമ്മൾ ഒരു എക്സാമ്പിളിൽ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ എല്ലാവരും എക്സാമ്പിൾസ് എഴുതി നോക്കുക കേട്ടോ. അടുത്തതാണ് ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അപ്പൊ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് പറഞ്ഞ ഒരു സ്മോൾ ഇന്റർവെലിൽ, സ്മോൾ ഇൻസ്റ്റൻസ് ഓഫ് ടൈമിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. അതേസമയം ഒരു ലോങ് ടൈം ഇന്റർവെല്ലിലാണെങ്കിൽ നമ്മൾ ആവറേജ് റേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആവറേജ് റേറ്റ് ആണെങ്കിൽ ഒന്നുമില്ല, നമ്മൾ നേരത്തെ ഡെൽറ്റ ചെയ്തില്ലേ, അതാണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ഒരു ലോങ് ഇന്റർവെൽ ഓഫ് ടൈമിന്റെ ഗ്യാപ്പിലാണ് ചോദിച്ചെങ്കിൽ നമുക്ക് ഡെൽറ്റ ഇട്ട് ചെയ്യാം കേട്ടോ. നോക്കും, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കേട്ടോ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നതാണ് റേറ്റ് ലോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് റേറ്റ് ലോ കേട്ടോ. അപ്പൊ റേറ്റ് ലോ എന്താണെന്ന് ശ്രദ്ധിച്ചേ. റേറ്റ് ലോ പറയുന്നത് റേറ്റ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഒരു റിയാക്ഷന് റേറ്റ് എന്താണെന്നുള്ളതാണ് റേറ്റ് ലോ പറയുന്നത്. ടീച്ചർ ആദ്യം നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഡെഫിനിഷനിലോട്ട് പോവാം കേട്ടോ. അപ്പൊ റേറ്റ് ലോ പറയുന്നത് ഇത്രേ ഉള്ളൂ മക്കളെ. റേറ്റ് ഈസ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ്, അതിന് നമുക്ക് R, സ്മോൾ ലെറ്റർ R എന്ന് പറയാം. ഓക്കെ, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ
is directly proportional to product of molar concentration of reactant. Okay, എന്താ പറഞ്ഞേക്കുന്നത്? Rate is directly proportional to product of molar concentration of reactant. ഈ റിയാക്ഷനിൽ നമുക്ക് A എന്ന് പറയുന്ന റിയാക്റ്റന്റ് ഉണ്ട്, B എന്ന് പറയുന്ന റിയാക്റ്റന്റ് ഉണ്ട് അല്ലേ? അപ്പൊ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. മോളാർ കോൺസെൻട്രേഷനെ ആണ് നമ്മൾ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മാത്രമല്ല ഒരു കാര്യം കൂടി പറയാനുണ്ട് അവിടെ, റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് with each term raised to some power. Each term raised to some power which may or may not be equal to stoichiometric coefficient. അതായത് നമുക്ക് ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി അല്ലെ, ഇത് എഴുതിയേക്കുന്ന പവർ എന്നുള്ളത് എക്സും വൈയും ആണ്. ഈ എക്സും വൈയും നമുക്ക് ഇവിടെ എയും ബിയും ആണ് തന്നിരിക്കുന്നത് അല്ലെ, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എന്നുള്ളത് എയും ബിയും ആണ്. അപ്പൊ ഈ എക്സും വൈയും ടീച്ചർ എവിടെ നിന്നാണ് എഴുതിയത്? അതാണ് മക്കളെ, നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുന്നത് ഒരു ഇക്വേഷൻ എഴുതിയത് വെച്ചിട്ടല്ല റേറ്റ് കണ്ടുപിടിക്കുന്നത്. റേറ്റ് നമ്മൾ എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, നമ്മൾ ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. അല്ലാതെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചേക്കുന്നല്ല റേറ്റ് ഇക്വേഷൻ എഴുതുന്നത്. അപ്പൊ എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കുമ്പോൾ അവിടെ എയുടെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എയുടെ മേലെ ഒരു പവർ വരും, അതേപോലെ ബിയുടെ മോളാർ കോൺസെൻട്രേഷൻ മേലെയും ഒരു പവർ വരും. അത് നമുക്ക് എക്സ്പെരിമെന്റിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ ഈ എക്സ് വൈ എവിടെ നിന്ന് കിട്ടി? എക്സ്പെരിമെന്റ് ചെയ്ത് കിട്ടി. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താണ് റേറ്റ് ലോ? റേറ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, അല്ലെങ്കിൽ റേറ്റ് ലോ ഡിഫൈൻസ് വാട്ട് ഈസ് റേറ്റ്. എന്താണ് റേറ്റ് എന്നാണ് റേറ്റ് ലോ പറയുന്നത്. റേറ്റ് ലോ പറയാണ് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് reactant with each term raised to some power which may or may not be equal to the stoichiometric coefficients. Okay അല്ലേ? ശരി, ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒന്ന് ഈക്വൽ ടു കൊടുക്കാം. അപ്പൊ എന്തുവരും? റേറ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റിനെ കൊണ്ടുവരണം അല്ലെ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരണം. നമ്മൾ കെ എന്നുള്ള കോൺസ്റ്റന്റ് ആണ്, കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. മനസ്സിലായോ? ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ റേറ്റ് ലോ എന്ന് പറയുന്നത്. ഇക്വേഷൻ ഈസ് നോൺ ആസ് റേറ്റ് ലോ. ഓക്കെ, റേറ്റ് ലോ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി റേറ്റ് കോൺസ്റ്റന്റ് നമ്മളിപ്പോ കെ എഴുതി അല്ലേ. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. നിങ്ങൾക്ക് അറിയാം എയും ബിയും ആരാണ്? എയും ബിയും നമ്മുടെ റിയാക്റ്റൻസ് ആണ്. Okay, what is K? K is known as the rate constant. K നെ നമ്മൾ വിളിക്കുന്ന പേരാണ് rate constant. Rate constant. ആ rate constant ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. ഇപ്പൊ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി 1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഈ രണ്ട് ടേം 1 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്താ എഴുതാം? റേറ്റ് ഇസ് ഈക്വൽ ടു കെ എന്ന് എഴുതാം അല്ലെ. ഇതും 1 ആണ്, ഇതും 1 ആണെങ്കിൽ റേറ്റ് ഇസ് ഈക്വൽ ടു കെ എന്ന് എഴുതിക്കോളെ. അപ്പൊ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദ rate of the reaction when molar concentration of each quantity അല്ലെങ്കിൽ each reactant is unity. രണ്ട് റിയാക്റ്റന്റിന്റെ ക്വാണ്ടിറ്റി മോളാർ കോൺസെൻട്രേഷൻ 1 ആണെങ്കിൽ റേറ്റ് ലോ ഇസ് നോൺ ആസ് റേറ്റ്. ഓക്കെ, സോറി, റേറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് റേറ്റ്. റേറ്റ് കോൺസ്റ്റന്റ് എന്നുള്ളത് റേറ്റ് തന്നെയായിരിക്കും. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് രണ്ടും ടേമും 1 ആണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റേറ്റ് തന്നെയായിരിക്കും. അത്രേ. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ. നിങ്ങൾ ഉറപ്പിച്ച കുട്ടികളെ ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ശരി, നമുക്ക് ഓർഡർ എന്താ മോളിക്കുലാരിറ്റി എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റിയാക്ഷനെ ഒന്നും കൂടി എഴുതാം കേട്ടോ. ഒരു ഇക്വേഷൻ എഴുതി നമുക്ക് റേറ്റ് ലോ ഒന്നും കൂടി എഴുതാം. നിങ്ങളൊരു റിയാക്ഷൻ വിചാരിക്കുക. കൺസിഡർ എ റിയാക്ഷൻ. എ പ്ലസ് ബി gives product. അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ റിയാക്റ്റന്റ് ആണ് ആര്? എയും ബിയും നമ്മുടെ റിയാക്റ്റൻസ് ആണ് അല്ലെ. ശരി, നമ്മൾ ഇതിന്റെ റേറ്റ് ലോ എങ്ങനെ എഴുതും കുട്ടികളെ? എങ്ങനെയാ റേറ്റ് ലോ എഴുതാ? റേറ്റ് ലോ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതണം റേറ്റ് ഈസ് ഈക്വൽ ടു ആർ എന്ന് എഴുതിയാലും മതി കേട്ടോ. ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ്. റേറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ആരാണ് കോൺസ്റ്റന്റ്? റേറ്റ് കോൺസ്റ്റന്റ് കെ അല്ലെ. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. നമ്മൾ ഇപ്പൊ തന്നെ എഴുതിയതാണ് ഇത് അല്ലെ. റേറ്റ് ലോ എഴുതാൻ നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു. ഇതാണ് റേറ്റ് ലോ. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. ശരി, ടീച്ചർ പറഞ്ഞു ഈ എക്സും വൈയും നമുക്ക് എവിടെ നിന്ന് കിട്ടിയത്? എക്സ്പെരിമെന്റിൽ നിന്നാണ് കിട്ടിയത്.
നമ്മളിപ്പോ രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ് ആണ് പറയാൻ പോകുന്നത്. ഒന്ന് ഓർഡർ, അടുത്തത് മോളിക്കുലാരിറ്റി. ഓർഡർ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് മോളിക്കുലാരിറ്റി. ആരാണ് ഓർഡർ, ആരാണ് മോളിക്കുലാരിറ്റി? ഒന്നുമില്ല മക്കളെ. ഓർഡർ എന്ന് വെച്ചാൽ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു റിയാക്ഷന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം റേറ്റ് ലോ നോക്കണം. ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് നോക്കണം? റേറ്റ് ലോ നോക്കണം. ശരി, റേറ്റ് ലോ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. റേറ്റ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A raised to x ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B raised to 5. ഇതിൽ ആ പവറുകൾ ആരാണ് ഇവിടുത്തെ പവർ? എക്സും വൈയും. ആ എക്സും വൈയും ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഡർ എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് ഓർഡർ? Order is the sum of powers of concentration terms in the rate law. ഒരു റേറ്റ് ലോയിൽ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സമ്മാണ് ഓർഡർ. റേറ്റ് ലോയിൽ കോൺസെൻട്രേഷൻ ടേമിന്റെ പവേഴ്സിന്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഡർ എന്ന് വിളിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ നമുക്ക് ഓർഡർ വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റേറ്റ് ലോ വേണം. ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? റേറ്റ് ലോ വേണം. റേറ്റ് ലോ എന്താണ്? റേറ്റ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് റേസ് ടു ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പവർ. കേട്ടോ, പവറിന്റെ ടേംസിൽ കേട്ടോ അങ്ങനെ തരുന്നതാണ് റേറ്റ് ലോ. റേറ്റ് ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ശരി, ഇനി അടുത്ത ഓർഡറിന്റെ അടുത്ത ചില പെക്യുലാരിറ്റീസ് നോക്കാം. ഓർഡർ ഈസ് ഡിറ്റർമിൻഡ് എക്സ്പെരിമെന്റലി. ടീച്ചർ പറഞ്ഞു ഓൾറെഡി, എക്സും വൈയും നമുക്ക് എക്സ്പെരിമെന്റിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ? അപ്പൊ ഓർഡർ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എക്സ്പെരിമെന്റിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. അടുത്തത്, ഇറ്റ് ക്യാൻ ഹാവ് ഫ്രാക്ഷണൽ വാല്യൂസ്. ഓർഡറിന് ഫ്രാക്ഷണൽ വാല്യൂസ് വരാം. അടുത്തത്, ഓർഡർ ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി 0. ഒരു റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് 0യും ആകാം. ഓർഡറിന്റെ വാല്യൂസ് ഫ്രാക്ഷൻ ആകാം, 0 ആകാം. മനസ്സിലായോ? നെഗറ്റീവ് നമ്പേഴ്സും ആകാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഓർഡറിന്റെ 4 പ്രത്യേകതകൾ പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ആണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് മോളിക്കുലാരിറ്റി. ശരി, ആ റിയാക്ഷൻ, ജനറൽ റിയാക്ഷൻ ഒന്നുകൂടി നോക്കാം. മോളിക്കുലാരിറ്റി അറിയാൻ വേണ്ടി ജനറൽ റിയാക്ഷൻ ഒന്നുകൂടി നോക്കാം നമുക്ക്. നോക്കൂ, A പ്ലസ് ബി ഗിവിംഗ് പ്രോഡക്റ്റ് അല്ലേ? ആ ജനറൽ റിയാക്ഷനിൽ നിങ്ങൾക്ക് അറിയാം, സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്സ് ആണ് അല്ലേ? അതായത് A എന്ന് പറയുന്ന ഒരു മോളിക്യൂളിന് A നമ്പർ ഓഫ് മോൾസും ബി എന്ന് പറയുന്ന മോളിക്യൂളിന് B നമ്പർ ഓഫ് മോൾസും കൊളൈഡ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, N2 പ്ലസ് 3H2 gives 2NH3 അല്ലേ? ഇവിടെ നമുക്ക് നൈട്രജനും ഹൈഡ്രജനും ചേർന്ന അമോണിയ ഉണ്ടാവും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നൈട്രജനും ഹൈഡ്രജനും ചേർന്നാൽ എന്തുണ്ടാവും? അമോണിയ ഉണ്ടാവും. ഈ നൈട്രജൻ എത്ര മോൾ ഉണ്ട്? 1 മോൾ അല്ലെ? 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനും കൂടി റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കൊളൈഡ് ചെയ്യണം. മനസ്സിലായോ? റിയാക്ട് ചെയ്യണമെങ്കിൽ മോളിക്യൂൾസ് എന്ത് ചെയ്യണം? കൊളൈഡ് ചെയ്യണം. അപ്പൊ ഈ എത്ര ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊളൈഡ് ചെയ്യും അതിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടലി എത്ര റിയാക്റ്റന്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്തോ അതിനെ നമ്മൾ പറയുന്നതാണ് മോളിക്കുലാരിറ്റി. സോ നമുക്ക് ഇങ്ങനെ ഒരു ജനറൽ റിയാക്ഷൻ ആണ് തന്നേക്കണമെങ്കിൽ അവിടെ മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യടാ? മോളിക്കുലാരിറ്റി ഈസ് ഈക്വൽ ടു A പ്ലസ് ബി. മോളിക്കുലാരിറ്റി ഈസ് ഈക്വൽ ടു A പ്ലസ് ബി. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് അണ്ടർഗോയിങ് സൈമൾട്ടേനിയസ് കൊളീഷൻ. എത്ര റിയാക്ടിംഗ് സ്പീഷീസ് ആണോ ഒരേ സമയം കൊളൈഡ് ചെയ്യുന്നത് അവരുടെ ടോട്ടൽ നമ്പറിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റി ഇസ് എ തിയററ്റിക്കൽ കോൺസെപ്റ്റ്. നമ്മൾക്ക് ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ നോക്കിയിട്ട് മോളിക്കുലാരിറ്റി എഴുതി കൂടെ? ഇപ്പൊ ടീച്ചർ ഈ ഒരു ഇക്വേഷൻ എഴുതിയപ്പോ ഈ ഇക്വേഷൻ അതെ, ഇവിടെ നൈട്രജൻ 1 മോൾ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ 3 മോൾ ഉണ്ട്. സോ 1 + 3 ആണ് ആര്? മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് അല്ലെ? അതേപോലെ ഇവിടെ ജനറൽ റിയാക്ഷനിൽ A + B ആണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. നമുക്കൊരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ മോളിക്കുലാരിറ്റി എഴുതാം. സോ ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ കോൺസെപ്റ്റ്. ഓക്കെ, അടുത്തത്, ഇറ്റ് ക്യാൻ ഹാവ് ഇന്റഗ്രൽ വാല്യൂസ് ഓൺലി. ഇന്റീജർ വാല്യൂസ് മാത്രമേ അതിന് പോസിബിൾ ആയിട്ടുള്ളൂ. അടുത്ത, മോളിക്കുലാരിറ്റി കനോട്ട് ബി 0. ഒരിക്കലും മോളിക്കുലാരിറ്റി 0 ആവൂല കേട്ടോ. അപ്പൊ മോളിക്കുലാരിറ്റി ഇന്റീജർ വാല്യൂസ് ആയിരിക്കും. ഇറ്റ് കനോട്ട് ബി 0. ഓക്കെ ആണോ? അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി കൃത്യമായിട്ട് എല്ലാവരും അത് പഠിക്കുക. 2 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രീവിയസ്ലി ചോദിച്ചതാണ്. കൺസിഡർ എ ജനറൽ ഓവറോൾ റിയാക്ഷൻ A + B giving CC + DD. റേറ്റ് എക്സ്പ്രഷൻ ഫോർ ദ റിയാക്ഷൻ. റേറ്റ് എക്സ്പ്രഷൻ, റേറ്റ് ഇക്വേഷൻ, റേറ്റ് ലോ ആണ് തന്നേക്കുന്നത് കേട്ടോ. എസ്റ്റാബ്ലിഷ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് A + B and X + Y. A + B എന്താണ്? X + Y എന്താണ്? എവിടെയാ A? എവിടെ A? എവിടെ B? എവിടെ W? A + B. ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുക?
പ്ലസ് ബി എന്താ വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞല്ലോ മോളിക്കുലാരിറ്റി. എ പ്ലസ് ബി ആണ് ഒരു റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി. മക്കളെ അടുത്തത് വാട്ട് ഡസ് എക്സ് പ്ലസ് വൈ ഇൻഡിക്കേറ്റ്? എക്സ് പ്ലസ് വൈ എവിടെ? എക്സ് പ്ലസ് വൈ ഇതാ ഈ പവറിന്റെ മേലെയാണ് എക്സ് വൈ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ മോളാർ കോൺസെൻട്രേഷൻ, ആ മോളാർ കോൺസെൻട്രേഷന്റെ പവറുകളുടെ സമ്മാണ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ? ആ പവറുകളുടെ സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഇത്രേ ഉള്ളൂ മക്കളെ. സോ സിമ്പിൾ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, പ്രീവിയസ്ലി ചോദിച്ചതാണ് കേട്ടോ. എ പ്ലസ് ബി ഇൻഡിക്കേറ്റ്സ് ദ മോളിക്കുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ ആൻഡ് എക്സ് പ്ലസ് വൈ ഇൻഡിക്കേറ്റ്സ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ കേട്ടോ. അങ്ങനെയാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ റേറ്റ് ലോ എഴുതി. ആ റേറ്റ് ലോയിൽ നമുക്ക് ആരുണ്ട്? കെ എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. ആരാണ് നമ്മുടെ കെ? റേറ്റ് കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ ഈ കെക്ക് നമുക്കൊരു വാല്യൂ വേണം. സീറോ ഓർഡർ റിയാക്ഷന്റെ കെ എന്താണ് അത് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പോവാണ്. അതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ പോലെ സീറോ ഓർഡർ റിയാക്ഷൻ. ഒരു ഡെറിവേഷൻ ആണ്, എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമ്മുടെ ഉദ്ദേശം എന്താണ്? കെനെ കണ്ടുപിടിക്കുക കേട്ടോ, റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് കൺസിഡർ എ റിയാക്ഷൻ. കൺസിഡർ എ റിയാക്ഷൻ ആർ ഗിവ്സ് പി. ഓക്കെ, റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവുന്നു. ശരി, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ റേറ്റ് എഴുതാം. റേറ്റ് 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 ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. എന്താണ് റേറ്റ്? നമ്മൾ ആദ്യം പഠിച്ചത് മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡി ടി. എല്ലാവർക്കും അറിയാലോ, റേറ്റ് എഴുതാൻ അറിയാം. ഓക്കെ, അടുത്ത നമ്മൾ എഴുതാൻ പോകുന്നത് ഇതിന്റെ റേറ്റ് ലോ. എന്താണ് റേറ്റ് ലോ? റേറ്റ് ലോ മീൻസ് റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഇത് നമ്മളിവിടെ പവർ എഴുതണം അല്ലേ. പവർ എങ്ങനെ തീരുമാനിക്കും? പവർ എന്ന് വെച്ചാൽ അതാണ് ഓർഡർ അല്ലേ. ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? സീറോ ഓർഡർ റിയാക്ഷൻ. സോ പവർ എത്ര വരും? സീറോ. ഓക്കെ, സിമ്പിൾ. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു സീറോ എന്ന് വെച്ചാൽ ആർ റേസ് ടു സീറോ 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? റേറ്റ് ഇസ് ഈക്വൽ ടു കെ. ക്ലിയർ ആയോ? ഇനി നോക്കൂ കുട്ടികളെ, ഇക്വേഷൻ 1ഉം 2ഉം LHS ഈക്വൽ ആണ്. സോ RHS ഇക്വേറ്റ്. LHS ഈക്വൽ ആണെങ്കിൽ RHS നമുക്ക് ഇക്വേറ്റ് ചെയ്തൂടെ? ശരി, അപ്പൊ എങ്ങനെ എഴുതും? ഇതിന്റെ ഇക്വേഷൻ 1 and 2 കേട്ടോ. ഇക്വേഷൻ 1 and 2 ഇക്വേഷൻ 1 and 2 നെ RHS നമുക്ക് ഇക്വേറ്റ് എഴുതാം. മൈനസ് ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ. ഇക്വേഷൻ നമ്പർ 3. എല്ലാവർക്കും മനസ്സിലായോ? ഒന്നുമില്ല, രണ്ട് റേറ്റ് എഴുതി. രണ്ട് റേറ്റ്, രണ്ടും LHS റേറ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് RHS ഇക്വേറ്റ് ചെയ്ത് എഴുതാം. ഇക്വേറ്റ് ചെയ്ത് എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡി ടിനെ അപ്പുറത്തോട്ട് എഴുതാണ്, മൈനസ് ടേമും അപ്പുറത്തോട്ട് കൊടുത്താണ്. അപ്പൊ ഡി ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ ആണോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 4. ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 4. ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 4. ഓക്കെ, ഇക്വേഷൻ 4നെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്റഗ്രേഷന്റെ ആൻസർ അറിയണം അല്ലെ. ഇന്റഗ്രേഷന്റെ റൂൾ ആണ് കുട്ടികളെ, ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ ആണ് എക്സ്. ഇന്റഗ്രൽ ഡി എക്സിന്റെ ആൻസർ ആണ് എക്സ്. ഇന്റഗ്രൽ ഡി എക്സിന്റെ ആൻസർ ആണ് എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ഇന്റഗ്രൽ ഡി ആർ? ഇന്റഗ്രൽ ഡി ആറിന്റെ ആൻസർ എന്താണ്? ഇന്റഗ്രൽ ഡി ആറിന്റെ ആൻസർ ആണ് ആർ. ഓക്കെ, മൈനസ് കെ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. സോ കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രേഷന്റെ പുറത്തെടുക്കും. ഇനി അടുത്തത് എന്താ വരിക? ഇന്റഗ്രൽ ഡി ടി അല്ലെ. ഇന്റഗ്രൽ ഡി ടി. അപ്പൊ പറഞ്ഞേ, കോൺസെൻട്രേഷൻ ഓഫ് ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടി. ഓക്കെ, ടി. ഇനി പ്ലസ് സി. ഈ സി എന്നുള്ളത് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, രണ്ട് സൈഡിലും ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ മാത്സ് പറയുന്ന റൂൾ ആണ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് പ്ലസ് സി. സോ പ്ലസ് സി. ഇക്വേഷൻ നമ്പർ 5. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിക്ക് നമുക്ക് ഒരു വാല്യൂ വേണം. സോ നമ്മൾ അതിന് വേണ്ടി ഒരു കണ്ടീഷൻ കൊടുക്കാം. ഈ സിക്ക് ഒരു വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇതാണ് കണ്ടീഷൻ. അറ്റ് ടി ഈക്വൽ ടു 0 ആർ ഈക്വൽ ടു R0. സമയം 0 എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ആറിനെ നമുക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് വിളിക്കാം. T0 ആകുമ്പോൾ ആർ എന്താവും? R0 ആവും. ഓക്കെ, ഇപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ സാധനം, ഈ ഒരു കണ്ടീഷന് നമ്മൾ ഇക്വേഷൻ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ കൊടുത്ത കണ്ടീഷൻ ഇക്വേഷൻ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അപ്പൊ ഇക്വേഷൻ 5 എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ടി എന്നുള്ളിടത്ത് എന്ത് കൊടുക്കണം? 0 എന്ന് കൊടുക്കണം. ആർ എന്നുള്ളിടത്ത് എന്ത് കൊടുക്കണം? R0 കൊടുക്കണം. സോ R0, concentration of R0 is equal to minus K into 0 plus C. Therefore R0 is equal to C. ഇതല്ലേ വരിക? അപ്പൊ നമുക്ക് സിക്ക് ഒരു വാല്യൂ കിട്ടിയില്ലേ? സിയുടെ വാല്യൂ എന്താണ്? ഈ കോൺസെൻട്രേഷൻ ഓഫ് R0, അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനി നമ്മൾ സിക്ക് കിട്ടിയ വാല്യൂ എഗെയിൻ ഇക്വേഷൻ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സിക്ക് കിട്ടിയ വാല്യൂ ഇക്വേഷൻ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇക്വേഷൻ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ അവിടെ? ഇക്വേഷൻ 5 എന്താവും? കോൺസെൻട്രേഷൻ ഓഫ് R is equal to minus KT പ്ലസ് സി എന്നുള്ളിടത്ത് എന്ത് കൊടുക്കാം? R0. ഓക്കെ ആണോ? മനസ്സിലായോ? R0. ഓക്കെ, ഇനി നമുക്ക് കെ ആണ് വേണ്ടത്. സോ കെ കണ്ടുപിടിക്കാനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇനീഷ്യലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കെ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ കെ ടി ഇപ്പുറത്തോട്ട് എടുക്കുക. കെ ടി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0, ഈ ആർ അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ. ഓക്കെ ആണോ? മനസ്സിലായോ? നമുക്ക് കെ മാത്രം മതി. സോ കെ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ടി. ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. ഓക്കെ, ഫൈനൽ ഇക്വേഷൻ തീർച്ചയായും പഠിക്കണം, കാരണം അത് പ്രോബ്ലം ചോദിക്കും. ഓക്കെ ആണോ? മനസ്സിലായില്ലേ? ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. അടുത്തത് ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡറിന്റെ കൂടി ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ കാണണം. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ഉദ്ദേശവും ആരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്? കെനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശരി, നമുക്ക് ഡെറിവേഷനിലോട്ട് പോകാൻ സമയം കളയണ്ട. കൺസിഡർ എ റിയാക്ഷൻ ആർ ഗീവ്സ് പി. ആർ ഗീവ്സ് പി എന്നുള്ള റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യുന്നത് റേറ്റ് കണ്ടുപിടിക്കുകയാണ്. റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡി ടി. ഒരു വ്യത്യാസമില്ല, നേരത്തെ ചെയ്ത് തന്നെ കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ റേറ്റ് ലോ എഴുതാണ്. റേറ്റ് ലോ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു. ഇവിടെ പവർ എത്രയാ വരിക കുട്ടികളെ? ഇവിടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പൊ പവർ എത്രയാ വരിക? 1. ഓക്കെ, 1 ആയതുകൊണ്ട് അവിടെ ഒന്നും എഴുതണ്ട. ഇനി എൽ എച്ച് എസ് ഈക്വൽ അല്ലേ? രണ്ട് സൈഡ് എൽ എച്ച് എസ് ഈക്വൽ ആണ്. അപ്പൊ ആർ എച്ച് എസ് ഇക്വേറ്റ് ചെയ്യാം. സോ മൈനസ് ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ. മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണത് ആറിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, ഡി ടീനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആർ. ഒന്നുമില്ലടാ, ഈ ആറിനെ ദൈ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ ഡിവിഷനിലല്ലേ വരിക? ഓക്കെ, ഇനി ഡി ടീനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. മൈനസും കൂടി ടീച്ചർ അപ്പുറത്ത് എഴുതാണ്. മൈനസ് കെ ഇൻറ്റു ഡി ടി. ഇക്വേഷൻ നമ്പർ 3. മനസ്സിലായോ? ഇനി ഇവിടെ നിന്ന് ഈ ഇക്വേഷനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തീർച്ചയായിട്ടും ഇന്റഗ്രേഷൻ ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 3. ഇക്വേഷൻ 3നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇന്റഗ്രേഷന്റെ റൂൾ ആവശ്യമാണ്. ഇന്റഗ്രേഷൻ അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നേരത്തെ നമ്മൾ ഒരു റൂൾ പഠിച്ചു, ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഉത്തരം എന്താണ്? എക്സ് ആണ്. അതേപോലെ ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ ആണ് ln x. ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്ന് വെച്ചാൽ ln x. അപ്പൊ പറയണം മക്കളെ, ഇന്റഗ്രൽ ഡി ആർ ബൈ ആറിന്റെ ഉത്തരം എന്താണ്? ln r. ഓക്കെ അല്ലേ? ഈസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ ചെയ്താണ് മൈനസ് ഇന്റഗ്രൽ മൈനസ് കെ ഡി ടി എന്ന് പറയുമ്പോൾ മൈനസ് കെനെ പുറത്തോട്ട് എടുക്കുക. അപ്പൊ മൈനസ് കെ ഇന്റഗ്രൽ ഡി ടിയുടെ ഉത്തരം ടി പ്ലസ് സി. ഓക്കെ, സി എന്താണ്? ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ക്ലിയർ ആണോ? ഒരു വ്യത്യാസവും ഇല്ല, നേരത്തെ ചെയ്ത പോലെ തന്നെ. ആകെയുള്ള ഒരു വ്യത്യാസം അവിടെ ഇന്റഗ്രേഷന്റെ ആൻസർ മാറി, കാരണം നമ്മളെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ആളിവിടെ വേറെയാണ് അല്ലെ. ഇന്റഗ്രൽ ഡി ആർ ബൈ ആറിന്റെ ഉത്തരം ln r ആണ്. ഓക്കെ അല്ലേ? ഇനി ഇക്വേഷൻ 4നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് സിക്ക് ഒരു വാല്യൂ വേണം. സോ സിക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. അറ്റ് ടി ഈക്വൽ ടു 0, കണ്ടീഷൻ സെയിം ആണ്. ടി ഈക്വൽ ടു 0. ഇവിടെ ആർ എന്ന് പകരം ln r ആണ് അല്ലെ. അപ്പൊ ആർ എന്നുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് എഴുതണം? R0 എന്ന് എഴുതണം. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, അതായത് ln r എന്നുള്ളത് ln r0. ഇപ്പോ when time t is equal to 0. ടിക്ക് 0 കൊടുത്താൽ ആറിന്റെ അവിടെ R0 കൊടുക്കണം. സെയിം കണ്ടീഷൻ. അപ്പൊ നമുക്ക് ഇവിടെ സിക്ക് വാല്യൂ കിട്ടി. സിയുടെ വാല്യൂ എന്താണ്? ln കോൺസെൻട്രേഷൻ ഓഫ് R0 is equal to c. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്തിനാണ് ഇത് ചെയ്തത്? സിക്ക് വാല്യൂ കിട്ടാനാണല്ലേ. അപ്പൊ സിക്ക് വാല്യൂ കിട്ടി. ഇനി ആ വാല്യൂ കൊണ്ട് നമ്മൾ ഇക്വേഷൻ 4ൽ again സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ln കോൺസെൻട്രേഷൻ ഓഫ് R is equal to minus KT plus ln കോൺസെൻട്രേഷൻ ഓഫ് R0. ഓക്കെ ആണോ മക്കളെ? മനസ്സിലായോ? ഓക്കെ,
നമുക്ക് കെ ആണ് വേണ്ടത്. സോ കെനെ ഇപ്പുറത്തോട്ട് എടുക്കുക. കെ ടി ഈസ് ഈക്വൽ ടു ln r0 മൈനസ് ln r0 മൈനസ് ln കോൺസെൻട്രേഷൻ ഓഫ് r. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി, മാത്സിന്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് വെച്ചാൽ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് വെച്ചാൽ ലോഗ് എ ബൈ ബി ആണ്. ലോഗ് എ ബൈ ബി ആണ്. സോ നമുക്ക് അത് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. രണ്ട് ലോഗിന്റെ ആവശ്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? കെ ടി ഈസ് ഈക്വൽ ടു ln a മൈനസ് ln b എന്ന് പറഞ്ഞാൽ ln a ബൈ b എന്ന് എഴുതാം. സോ ln r0 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് r. നമുക്ക് k മാത്രം മതി. സോ k t നെ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ t ഡിവിഷൻ വരും അല്ലേ? സോ k is equal to 1 by t ln concentration of r0 divided by r. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാണ്. ln മാറ്റിയിട്ട് നമ്മൾ അതിനെ ലോഗിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ ലോഗിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, ln ലോഗിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഒന്നുമില്ല, 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ln ലോഗിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉള്ള ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ. ക്ലിയർ ആയോ കുട്ടികളെ? അപ്പൊ നമ്മൾ രണ്ട് ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ പഠിച്ചു, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ഓക്കെ അല്ലേ? ശരി, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത കാര്യം നമ്മൾ പറയാണ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് നിങ്ങൾ റേറ്റ് കോൺസ്റ്റന്റ് എന്താണ് നമ്മളിപ്പോൾ പഠിച്ചല്ലേ? ആരാണ് റേറ്റ് കോൺസ്റ്റന്റ്? കെ. ആ കെയുടെ യൂണിറ്റ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? നമ്മൾ കിലോഗ്രാമിലാണ് വെയിറ്റ് മെഷർ ചെയ്യുക അല്ലെ? നീളത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്ററിൽ മെഷർ ചെയ്യും. അതേപോലെ നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റിന് ഒരു യൂണിറ്റ് ഉണ്ട്. ജനറൽ ആയിട്ടുള്ള യൂണിറ്റ് നിങ്ങൾ കാണാതെ പഠിക്കണം. ഇതാണ് ജനറൽ യൂണിറ്റ്. മോൾ റേസ് ടു 1 മൈനസ് n ലിറ്റർ റേസ് ടു n മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 1. മോൾ റേസ് ടു 1 മൈനസ് n ലിറ്റർ റേസ് ടു n മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 1. കേട്ടോ, 3 ടേംസ് ആണുള്ളത്. മോള്, ലിറ്റർ, സെക്കൻഡ്. അതിൽ മോൾ റേസ് ടു 1 മൈനസ് n. ഇത് മാറി പോവാതിരിക്കാൻ ഒരു വഴിയുണ്ട്. എല്ലാം നമ്മൾ തുടങ്ങുന്നത് ഒന്നിൽ നിന്നാണ് അല്ലെ? അപ്പൊ ആദ്യം എഴുതേണ്ട ടേം മോൾ ആണ്. മോൾ, അതിന്റെ മേലെ ഫസ്റ്റ് 1 എഴുതാം. 1 മൈനസ് n. പിന്നെ ലിറ്റർ ആണ്, അത് നേരെ തിരിച്ചെഴുതാം. n മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 1. മനസ്സിലായോ? ഓക്കെ, മാറിപ്പോയില്ലല്ലോ. ശരി, ഇനി വാട്ട് ഈസ് n? n is the order of the reaction. n എന്ന് പറഞ്ഞാൽ it is order of reaction. ഒരു റിയാക്ഷന്റെ ഓർഡറിനെയാണ് നമ്മൾ പറയുന്നത് n എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ സീറോ ഓർഡർ റിയാക്ഷൻ, സീറോ ഓർഡർ, അതിന്റെ കെയുടെ യൂണിറ്റ് എന്താണ്? ഓർഡർ യൂണിറ്റ് ഓഫ് കെ ഒന്ന് കണ്ടുപിടിക്കണം. സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ യൂണിറ്റ് ഓഫ് കെ എന്താണ്? അപ്പൊ മക്കളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സീറോ ഓർഡർ ആണെന്ന് നമുക്കറിയാം. ഓർഡർ സീറോ ആണ്. ഓർഡറും യൂണിറ്റും തന്നാൽ നമുക്ക് ഓർഡർ വെച്ചിട്ട് യൂണിറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം നമ്മുടെ ജനറൽ യൂണിറ്റ് എന്താണ്? മോൾ റേസ് ടു 1 മൈനസ് n ലിറ്റർ റേസ് ടു n മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 1. അതിൽ n എന്ന് പറഞ്ഞ ഓർഡർ ആണ് അല്ലേ? ഇപ്പൊ നമ്മുടെ ഓർഡർ എത്രയാണ്? സീറോ ആണ്. സോ എന്നിന്റെ അവിടെ എത്ര കൊടുത്താൽ മതി? 0. മോൾ റേസ് ടു 1 മൈനസ് 0 ലിറ്റർ റേസ് ടു 0 മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 1. എന്ന് വെച്ചാൽ എന്താടാ? മോൾ റേസ് ടു 1. 1 ആവുമ്പോൾ നമ്മളത് എഴുതുന്നില്ല കേട്ടോ. ലിറ്റർ റേസ് ടു 0 മൈനസ് 1 മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 1. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ഓർഡർ. അടുത്ത ഓർഡർ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഫസ്റ്റ് ഓർഡർ. ഫസ്റ്റ് ഓർഡർ. ശരി, ഫസ്റ്റ് ഓർഡർ ആവുമ്പോൾ മോൾ റേസ് ടു 1 മൈനസ് n എന്നുള്ളത് ഇപ്പൊ എത്ര കൊടുക്കണടാ? n ആണ് ഓർഡർ. സോ ഇവിടെ ഓർഡർ എത്രയാണ്? 1 മൈനസ് 1 ലിറ്റർ റേസ് ടു 1 മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 1. ശരി, മോൾ റേസ് ടു 1 മൈനസ് 1 എന്ന് വെച്ചാൽ എന്താണ്? 0 ആണ് അല്ലേ? മോൾ റേസ് ടു 1 മൈനസ് 1 0 ലിറ്റർ റേസ് ടു 1 മൈനസ് 1 0 സെക്കൻഡ് റേസ് ടു മൈനസ് 1. ശരി, മോൾ റേസ് ടു 0 എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്. ലിറ്റർ റേസ് ടു 0 എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു സെക്കൻഡ് റേസ് ടു മൈനസ് 1. ഓക്കെ അല്ലേ? ശരി, ഇനി അടുത്തത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്നിന്റെ അവിടെ എന്ത് കൊടുക്കടാ? എന്നിന്റെ അവിടെ 2. അപ്പൊ മോൾ റേസ് ടു 1 മൈനസ് 2 ലിറ്റർ റേസ് ടു 1 n 2 മൈനസ് 1
ലിറ്റർ റേസ് ടു 2 minus 1 second raised to minus 1. അപ്പം എന്ത് വരും? മോൾ റേസ് ടു 1 minus 2 എത്രയാണ്? മോൾ റേസ് ടു minus 1 ലിറ്റർ സെക്കൻഡ് റേസ് ടു minus 1. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. നിങ്ങൾ ആകെ പഠിക്കേണ്ടത് ജനറൽ യൂണിറ്റ് ആണ്. ഏത് ഓർഡർ ചോദിച്ചാലും ജനറൽ യൂണിറ്റ് അറിയാമെങ്കിൽ മക്കളെ നിങ്ങൾക്ക് അത് ഇതേപോലെ ഈസി ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ഹാഫ് ലൈഫ് പീരീഡ്. എന്താണ് ഹാഫ് ലൈഫ് പീരീഡ്? ഒരു റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് വെച്ചാൽ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഹാഫ് ലൈഫ് കേട്ടോ, നന്നായി ശ്രദ്ധിച്ചോ. ഹാഫ് ലൈഫ് പീരീഡ്. ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ഹാഫ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ പകുതി തീരാനുള്ള സമയം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഒരു റിയാക്ഷന്റെ പകുതി തീരാനുള്ള സമയം. ഇപ്പൊ ഒരു പേപ്പർ കത്തിക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ ആ പേപ്പർ പകുതിയോളം കത്തി തീരാൻ എടുത്ത സമയം. ഓക്കെ, ശരി. അതല്ലെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെയും കൂടി പറയാം. ഇറ്റ് ഈസ് എ ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ടു 1/2 ഓഫ് ഇനീഷ്യൽ വാല്യൂ. ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? R0. R0 എന്ന് പറഞ്ഞാൽ അവിടെ ടൈം എത്രയായിരിക്കും? 0. ഓക്കെ, R0 എന്ന് പറഞ്ഞാൽ ടൈം 0 ആയിരിക്കും. ഇനി അറ്റ് എനി ടൈമിൽ നമ്മൾ പറയുന്നതാണ് കോൺസെൻട്രേഷൻ ഓഫ് R. ഓക്കെ, മനസ്സിലായോ? എന്താണ്? ടൈം 0 ആവുമ്പോൾ നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ പറയും R0. ഇനി ടൈം T ആകുമ്പോഴോ കോൺസെൻട്രേഷൻ ഓഫ് R എന്നാണ് പറയാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് R ഉണ്ട്. മനസ്സിലായോ? നമ്മൾ ഇപ്പൊ കണ്ടുപിടിക്കാൻ പോകുന്നത് ഹാഫ് ലൈഫ്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ T ഹാഫ്. T ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസെൻട്രേഷൻ, അതായത് ഇപ്പൊ ഈ കോൺസെൻട്രേഷൻ ഓഫ് R ആണെന്ന് വിചാരിക്കും. ഈ കോൺസെൻട്രേഷൻ ഓഫ് R ഇനീഷ്യലി എടുത്തതിന്റെ പകുതിയെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? T ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇനീഷ്യലി എടുത്തതിന്റെ പകുതിയെ ഉണ്ടാവുള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? T ഹാഫ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ കുട്ടികളെ? It is the time required to reduce the concentration of reactant to 1/2 of initial concentration. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് T ഹാഫ്. ക്ലിയർ ആയോ? ഇനി ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ. ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 100% നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് പ്രതീക്ഷിക്കാം കേട്ടോ. ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ഡെറൈവ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്യുന്ന വളരെ സിമ്പിൾ ആട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. 2 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഈ ഡെറിവേഷൻ നമ്മൾ തുടങ്ങുന്നത് ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനിൽ നിന്നാണ്. സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ചെയ്ത് K നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? എന്താണ് K? K is equal to concentration of R0 minus concentration of R divided by T. ഓക്കെ, അപ്പൊ നമ്മൾ ഡെറിവേഷൻ തുടങ്ങുന്നത് Kയുടെ വാല്യൂവിൽ നിന്നാണ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ സീറോ ഓർഡറിന്റെ Kയുടെ വാല്യൂവിൽ നിന്നാണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് T അല്ല. ടീച്ചർ ഓൾറെഡി പറഞ്ഞു അറ്റ് എനി ടൈമിലാണ് കോൺസെൻട്രേഷൻ ഓഫ് R എന്ന്. ഓക്കെ, അത് മനസ്സിൽ വേണം കേട്ടോ. നമുക്ക് T അല്ല വേണ്ടത്, നമുക്ക് എന്താ വേണ്ടത്? T ഹാഫ് ആണ് വേണ്ടത്. ശരി, അപ്പൊ നമ്മൾ T എന്നുള്ളതിന് പകരം എന്തെന്ന് കൊടുക്കും? T ഹാഫ് എന്ന് കൊടുക്കും. ഓക്കെ, T എന്നുള്ളത് T ഹാഫ് ആയാൽ കോൺസെൻട്രേഷൻ ഓഫ് R എന്തോരം ഉണ്ടാവും? ഇനീഷ്യലി എടുത്തതിന്റെ പകുതി. മനസ്സിലായോ? ഇവിടെ T ഹാഫ് എന്ന് കൊടുത്താൽ R എന്നുള്ളതിനെ നമ്മൾ എന്തെന്ന് മാറ്റൂടാ? R0/2. മനസ്സിലായോ? ഓക്കെ അല്ലേ? ശരി, അപ്പൊ K is equal to R0 minus R0/2. എന്താണ് R0 minus R0/2? 1 മൈനസ് ആരാ എന്ന് എഴുതുന്ന പോലെയല്ലേ? 1 മൈനസ് ആര എത്രയാണ്? ആരാ? അപ്പൊ R0 minus R0/2 എന്ന് വെച്ചാൽ എത്രയാണ്? R0/2. നമുക്ക് T ഹാഫ് ഇങ്ങനെ എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് T ഹാഫിനെ പറഞ്ഞോട്ടുണ്ട്. ഓക്കെ ആണോ? R0 minus R0/2 ഉത്തരമാണ് R0/2. ക്ലിയർ അല്ലേ? ശരി, നമുക്ക് T ഹാഫ് ആണ് വേണ്ടത്. അപ്പൊ T ഹാഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ T ഹാഫ് is equal to R0 divided by 2K. ഇത്രയും ഉള്ളൂ സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് കാണാനുള്ള ഡെറിവേഷൻ. എന്ത് ബുദ്ധിമുട്ടുണ്ടോ കുട്ടികളെ? ഒരു ബുദ്ധിമുട്ടുമില്ല. 2 മാർക്കിന് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇതേപോലെ തന്നെ വളരെ എളുപ്പമായിട്ടുള്ള അടുത്ത ഡെറിവേഷൻ ആണ് ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ശരി, നമുക്ക് സമയം കളയണ്ട, വേഗം അതിലേക്ക് പോവാം. എവിടെ നിന്ന് തുടങ്ങണം ടീച്ചർ? പറ, എവിടെ നിന്ന് തുടങ്ങണം ഡെറിവേഷൻ? നമ്മൾ സീറോ ഓർഡറിന്റെ എവിടെ നിന്ന് തുടങ്ങിയത്? ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷനിൽ നിന്നാണ് അല്ലേ?
അതേപോലെ തന്നെ ഇവിടെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ K for first order reaction എന്താ പഠിച്ചത്? K is equal to 2.303 by T log R0 by R. അപ്പൊ നിങ്ങൾ ആദ്യം ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ കേട്ടോ, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അങ്ങനെ എഴുതി വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് ടി അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ടി ഹാഫ് ആണ്. സോ 2.303 by ടി ഹാഫ്. നിങ്ങൾക്കറിയാം ഇവിടെ ടി ഹാഫ് എന്ന് കൊടുത്താൽ നമ്മൾ ആറിനെ എന്തെന്ന് മാറ്റുവാടാ? R is equal to R0 by 2. ഓക്കെ, ശരി. ഇനി നമുക്ക് ടി ഹാഫ് ആണ് വേണ്ടത്. അപ്പൊ ടി ഹാഫിന് ഇപ്പോഴേ ഇങ്ങോട്ട് എടുക്കുകയാണ്. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 2.303 by K log, ഇവിടെ ശ്രദ്ധിച്ചേ, R0 വെട്ടിപ്പോയി അല്ലേ? അപ്പൊ എന്തായി? 1 ഡിവൈഡഡ് ബൈ 1/2 എന്നായി. എന്താണ് ഈ 1 ഡിവൈഡഡ് ബൈ 1/2? 1 ഡിവൈഡഡ് ബൈ 1/2 എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1/2 എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് K അല്ല, സോറി 2 അല്ലേ? 1 ഡിവൈഡഡ് ബൈ 2.303 by K log 1 divided by 1/2 ആണ് 2. ഓക്കെ, അപ്പോൾ log 2. ശരി, log 2 നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്ത് നോക്കിക്കോളൂ. log 2 കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും, 0.3010. ഓക്കെ ആണോ? കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കൂ എല്ലാവരും. log 2 0.3010 അല്ലേ? അതെ, ശരി. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 2.303 into 0.3010 0.693. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിക്കോളൂ, 0.693 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് ഓർഡർ ടി ഹാഫ് നമുക്ക് എന്ത് കിട്ടി? 0.693 by K. എന്റെ മക്കളെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. 2 മാർക്ക് ഈസി ആയി വാങ്ങിക്കാൻ പറ്റുന്ന അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ ഹാഫ് ലൈഫ്? ശരി, ഇനി നെക്സ്റ്റ് നമ്മൾ 1-2 പ്രോബ്ലംസ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, കൺവേർഷൻ ഓഫ് മോളിക്യൂൾ A to B. കൺവേർഷൻ ഓഫ് മോളിക്യൂൾ A to B എന്ന് വെച്ചാൽ അത് എത്ര ഉള്ളൂ? A gives B. ഇതാണ് ഇതിന്റെ അർത്ഥം. കൺവേർഷൻ ഓഫ് മോളിക്യൂൾ A to B, A B ആവുന്നു. ഫോളോ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. ആ ഒരു റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ചോദ്യം ഇതാണ്, റൈറ്റ് ദ റേറ്റ് ഇക്വേഷൻ ഫോർ ദ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. റേറ്റ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? റേറ്റ് ഈസ് ഈക്വൽ ടു K into കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് എന്ന് പറയുന്നത് എഴുതുന്നതാണ് റേറ്റ് ഇക്വേഷൻ. നമ്മളെടുത്ത് പറഞ്ഞേക്കുന്ന ഡാറ്റ അനുസരിച്ച് A എന്നുള്ള ആള് B ആവുന്നു. സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ റേറ്റ് ലോ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? റേറ്റ് ഈസ് ഈക്വൽ ടു K into കോൺസെൻട്രേഷൻ. നമ്മുടെ റിയാക്റ്റന്റ് ആരാണ്? A ആണ്. ഇനി ഓർഡർ 2 ആണെന്ന് പറയുമ്പോൾ നമ്മളോട് പവർ എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. റേറ്റ് ഈസ് ഈക്വൽ ടു K into കോൺസെൻട്രേഷൻ ഓഫ് A. മക്കളെ, ഇത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്നാണ് പറഞ്ഞെങ്കിലോ, കൺസിഡർ റിയാക്ഷൻ കൺവേർഷൻ ഓഫ് മോളിക്യൂൾ A to B ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാലോ, അപ്പൊ റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതും? റേറ്റ് ഈസ് ഈക്വൽ ടു K into കോൺസെൻട്രേഷൻ ഓഫ് A. അത്രയേ ഉള്ളൂ. കോൺസെൻട്രേഷൻ ഓഫ് A വെച്ച് അവസാനിപ്പിക്കാം. മനസ്സിലായോ? സെക്കൻഡ് ഓർഡർ വന്നതുകൊണ്ടാണ് ടീച്ചറുടെ പവർ 2 കൊടുത്തത്. ക്ലിയർ? ഓക്കെ, ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് A is increased to 4 times. എയുടെ കോൺസെൻട്രേഷൻ 4 മടങ്ങാക്കി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മളിലുള്ള റേറ്റ് ഇക്വേഷൻ റേറ്റ് ഈക്വൽ ടു K into കോൺസെൻട്രേഷൻ ഓഫ് A സ്ക്വയർ എന്നാണ്. ഇനി അവർ പറയാണ് എയുടെ കോൺസെൻട്രേഷൻ 4 മടങ്ങാക്കി, അതായത് ഈ A എന്നുള്ള ആളെ 4 ടൈംസ് ആക്കി. ഓക്കെ, ഹൗ വിൽ ഇറ്റ് അഫക്ട് ദ ഫോർമേഷൻ ഓഫ് B? അങ്ങനെയാണെങ്കിൽ അത് ഫോർമേഷൻ ഓഫ് ബീനെ എങ്ങനെ അഫക്ട് ചെയ്യും? റേറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്യും? എന്താണ് ഉത്തരം? റേറ്റ് ഈസ് ഈക്വൽ ടു K into 4 സ്ക്വയർ. എത്രയാണ്? 16 അല്ലേ? അപ്പൊ 16 നമ്മൾ പുറത്തേക്ക് എഴുതാണ്. 16 into A സ്ക്വയർ. ഇവിടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ 16 K into S. നോക്കിയടാ, ആദ്യം നമുക്ക് ഉണ്ടായത് K റേറ്റ് ഈസ് ഈക്വൽ ടു K into A സ്ക്വയർ എന്നാണ്. അതിന്റെ 16 മടങ്ങായി അല്ലെ? 4 മടങ്ങ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻക്രീസ് ചെയ്തപ്പോൾ റേറ്റ് 16 മടങ്ങായി. അതാണ് എഴുതണ്ടേ? റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ്ഡ് ബൈ 16 times. ഓക്കെ അല്ലേ? ശരി, ഇനി അടുത്തൊരു പ്രോബ്ലം. ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. എന്താണ് പ്രോബ്ലം നോക്കിയേ? An archaeological substance contained wood had only 66.66% of the 14 carbon 14 ആണ് തന്നേക്കുന്നത്, found in a tree. Calculate the age of the sample if the half life of reaction is 573.
ഓൾറെഡി സോൾവ്ഡ് ആണ്, എന്നാലും ടീച്ചർ ഒന്നുകൂടി ചെയ്ത് കാണിക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് തന്നിരിക്കുന്നത്? ഒരു ആർക്കിയോളജിക്കൽ സബ്സ്റ്റൻസ്, വുഡ്, ഒരു തടി, അതില് 66.66% വുഡ് ആണ് ഉള്ളത്. അതായത് ഇപ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ ആണ് അതിൽ തന്നിരിക്കുന്നത്. എന്താണത്? 66.66%. ഇപ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ 66.66%. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി അത് എന്തോരം ഉണ്ടായി? മക്കളെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, പെർസെന്റേജിൽ തരുമ്പോൾ ഇപ്പോൾ ഉള്ള ടൈമിലാണ് 66.66%. അപ്പൊ ഇനീഷ്യലി എത്ര ഉണ്ടാവൂടാ? പെർസെന്റേജിൽ തരുമ്പോൾ ആദ്യം എന്തോരം ഉണ്ടായിട്ടുണ്ടാവും? 100%. ഒരു സംശയം ഇല്ലാതെ എഴുതാം. പെർസെന്റേജിൽ തന്നാൽ R0 എത്രയാണെടാ? 100. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ R കിട്ടി, R0 കിട്ടി. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കാൽക്കുലേറ്റ് ദ ഏജ് ഓഫ് ദ സാമ്പിൾ. എന്ന് വെച്ചാല് ഈ 100% നിന്ന് 66.66% ആവാൻ എത്ര സമയം എടുത്തു എന്നാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഏജ് എന്ന് പറഞ്ഞാൽ സമയം. കാൽക്കുലേറ്റ് ദ ഏജ് ഓഫ് ദ സാമ്പിൾ ഇഫ് ദ ഹാഫ് ലൈഫ് ആ റിയാക്ഷന്റെ, അതായത് ഈ വുഡ് ഹാഫ് ലൈഫിനുള്ള സമയം 5730 ആണ്. അപ്പൊ ടി ഹാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് 100% നിന്ന് ഇത്രയും ആവാൻ എത്ര സമയം എടുത്തു എന്നാണ്. ഓക്കെ, നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ മക്കളെ എന്ത് വേണം? ഈ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ കെ ആദ്യം അറിയണം അല്ലേ? കാരണം നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ എന്താ? കെ ഈസ് ഈക്വൽ ടു 2.303 ബൈ ടി ലോഗ് R0 ബൈ R എന്നാണ്. നമ്മുടെ R0 ഉണ്ട്, R ഉണ്ട്, ടി ആണ് കണ്ടുപിടിക്കേണ്ടത്, കെയും ഇല്ല. അങ്ങനെ പറ്റില്ലല്ലോ, കെ വേണ്ടേ? അപ്പൊ കെ കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ ഡാറ്റ തന്നിരിക്കുന്നത്, ടി ഹാഫ്. ബിക്കോസ് ടി ഹാഫ് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് എന്താണ്? 0.693 ബൈ കെ ആണ് നമുക്കറിയാം. സോ അത് വെച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാം? കെ കണ്ടുപിടിക്കാം. അങ്ങനെ കെ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ടി കണ്ടുപിടിക്കാം. അല്ലേ ഉള്ളവരെ? മനസ്സിലായോ? ഓക്കെ, അതാണ് ഇവിടെ ചെയ്തേക്കണേ. ഫസ്റ്റ് നമ്മൾ കെ കണ്ടുപിടിച്ചു. അപ്പൊ കെ കണ്ടുപിടിച്ചപ്പോൾ കെ ഈ വാല്യൂ ആണ് കിട്ടിയേക്കണേ. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെയാണോ കിട്ടിയത്? ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻ ദിസ് ഇക്വേഷൻ. കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ടി കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് എത്ര വർഷം കിട്ടും? ഇത്രയും ടൈമാണ് അതിനു വേണ്ടി എടുത്തത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ആ പ്രോബ്ലം ഓക്കെയാണ്. ഇനി അടുത്ത പ്രോബ്ലം നോക്കൂ. ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 20 സെക്കൻഡ്. അപ്പൊ ടി ഹാഫ് ആണ് തന്നേക്കണേ, 20 സെക്കൻഡ്. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 90% ഓഫ് ദ റിയാക്ഷൻ? 90%ഉം റിയാക്ട് ചെയ്ത് തീരാൻ എത്ര സമയം? പെർസെന്റേജ് തന്നാൽ ഉറപ്പിച്ചോ R0 എന്തെന്ന് എടുത്തോളണം? R0 is equal to 100. ചോദിക്കുന്നത് 90% റിയാക്ട് ചെയ്ത് തീരാൻ എത്ര സമയം എടുത്തു? R എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ ആണ്. 90% റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ എത്രയുണ്ട്? 100 മൈനസ് 90. അപ്പൊ R എത്രയാണ്? 10. ക്ലിയർ ആയോ? നേരത്തെ ചെയ്ത പോലെ തന്നെ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ? ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്, 20 സെക്കൻഡ് ആണ്. അപ്പൊ ടി ഹാഫ് 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കെ കണ്ടുപിടിച്ചു. ഇനി ടൈം 90% റിയാക്ട് ചെയ്ത് തീരാൻ എത്ര സമയം എടുത്തു എന്ന് കാണാനായിട്ട് നമ്മൾ ആ കെ ഉപയോഗിച്ച് ടൈം കണ്ടുപിടിച്ചു. ഓക്കെയാണോ കുട്ടികളെ? ഓക്കെയാണോ? ഓക്കെ, ഇതേപോലെ ചെയ്തു നോക്കാം. ശരി, ഇനി അടുത്ത 1-2 ക്വസ്റ്റ്യൻസും കൂടി നോക്കിക്കേ. The unit of rate constant of a reaction depends on order of reaction. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് അറിയണമെങ്കിൽ ഓർഡർ അറിയണം. നമ്മൾ പറഞ്ഞതാണല്ലേ, ഒരു റിയാക്ഷന്റെ ഒരു റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു റിയാക്ഷന്റെ ഓർഡർ എന്താണെന്ന് നോക്കിയിട്ടാണ്. എന്തായിരുന്നു ജനറലി? ഓർഡർ അറിയാമെങ്കിൽ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ജനറലി എങ്ങനെയായിരുന്നു അത്? മോൾ റേസ് ടു യൂണിറ്റ് ഓഫ് കെ ആണ് മോൾ റേസ് ടു 1 മൈനസ് n, ലിറ്റർ റേസ് ടു n മൈനസ് 1, സെക്കൻഡ് റേസ് ടു മൈനസ് 1 അല്ലേ പിള്ളേരെ? അപ്പൊ നമുക്ക് ഓർഡർ അറിയാമെങ്കിൽ യൂണിറ്റ് കണ്ടുപിടിക്കാം. അതവിടെ ചോദിച്ച് പറഞ്ഞിട്ടുണ്ട്. വാല്യൂ ഓഫ് കെ ഓഫ് two reactions are given below. Find the order of the reaction. രണ്ട് റിയാക്ഷന്റെ കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഓർഡർ കണ്ടുപിടിക്കാൻ. ഇവിടെ കെ മാത്രമേ ഉള്ളൂ, ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റേറ്റ് കോൺസ്റ്റന്റിലേക്ക് നോക്കുക. റേറ്റ് കോൺസ്റ്റന്റിലേക്ക് നോക്കിയേ. മോൾ റേസ് ടു 1 ആണ് വന്നിരിക്കുന്നത്, ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓർഡർ എന്തായിരിക്കും? നിങ്ങൾക്കറിയാം മോൾ റേസ് ടു 1 മൈനസ് n ആണ് അല്ലേ? മോൾ റേസ് ടു 1 എന്ന് വരണമെങ്കിൽ അവിടെ എന്നിന്റെ അവിടെ എത്ര വരണം? 0. മനസ്സിലായോ? മോൾ റേസ് ടു 1 മൈനസ് 0, ലിറ്റർ റേസ് ടു 0 മൈനസ് 1, സെക്കൻഡ് റേസ് ടു -1 എന്ന് വന്നാലല്ലേ ഇങ്ങനെ വരുള്ളൂ.
സോ n എത്രയാവണം പിള്ളേരെ? 0. ഇനി അടുത്ത് നോക്കൂ, മോൾ റേസ് ടു -1. മോൾ റേസ് ടു -1 എന്ന് വരണം. -1 എന്ന് വരണമെങ്കിൽ n അവിടെ എത്ര വരണം? മോൾ റേസ് ടു 1 - 2. ലിറ്റർ റേസ് ടു 2 - 1. സെക്കൻഡ് റേസ് ടു -1. അപ്പോൾ ഓർഡർ എന്താണ്? സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഇനി അടുത്ത വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതാൻ. ഓക്കെ, നമ്മളിവിടെ എക്ക് പകരം R0, നമ്മൾ R0 എന്നാണ് പഠിച്ചത്. R0 എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഹാഫ് ലൈഫ് ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ എഴുതാൻ. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ is 5 × 10⁻⁻². ഓക്കെ, ഫൈൻഡ് ദ ഹാഫ് ലൈഫ് ഓഫ് ദ റിയാക്ഷൻ. റേറ്റ് കോൺസ്റ്റന്റ് അതായത് നിങ്ങൾക്ക് തന്നേക്കണം എന്താണ്? K തന്നിട്ടുണ്ട്, ഹാഫ് ലൈഫ് കണ്ടുപിടിക്കും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ T½ = 0.693/K അല്ലേ? Kയുടെ വാല്യൂ ഇവിടെ കൊടുക്കുന്നു, T½ കണ്ടുപിടിക്കുന്നു. സംശയമൊന്നുമില്ലല്ലോ. വളരെ സിമ്പിൾ ആണ്. പ്രോബ്ലംസ് ഒക്കെ കൈനറ്റിക്സിലെ പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഒരാൾ പോലും കൈനറ്റിക്സിലെ പ്രോബ്ലംസ് വിടരുത് കേട്ടോ, നന്നായി ചെയ്യാം. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക് ആണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണ്? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എ റിയാക്ഷൻ, സ്യൂഡോ എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഫാൾസ് എന്നാണ് അല്ലേ? അപ്പൊ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുക, അതാണ് ഇവിടെ നടക്കുന്നത്. എ റിയാക്ഷൻ വിച്ച് അപ്പിയർ ടു ഫോളോ ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ. ഒരു റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് തോന്നും ഹയർ ഓർഡർ ആണ്, ബട്ട് ആക്ച്വലി അതെന്താണ്? ഫസ്റ്റ് ഓർഡർ ആണ്. അങ്ങനെയുള്ള റിയാക്ഷനെയാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, 2 എക്സാമ്പിൾ ഉണ്ട്. ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ്. നമുക്കതൊന്ന് എഴുതി നോക്കാം. ഈഥൈൽ അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ CH3COO C2H5. ആസിഡ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ വാട്ടർ, ആസിഡിന്റെ പ്രസൻസിൽ വെള്ളം ചേർക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഈഥൈൽ അസറ്റേറ്റ്. ഇതിന്റെ പേരാണ് ഈഥൈൽ അസറ്റേറ്റ്. നമ്മൾ ഈഥൈൽ അസറ്റേറ്റിലേക്ക് വാട്ടർ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഈഥൈൽ അസറ്റേറ്റിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക അസറ്റിക് ആസിഡ് CH3COOH പ്ലസ് C2H5OH. നോക്കട്ടെ, ഈ റിയാക്ഷൻ കാണുമ്പോൾ റേറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു concentration of CH3COO C2H5 into concentration of H2O കൂടി അവിടെ വരേണ്ടതായിരുന്നു. കാരണം എന്താ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ റേറ്റ് ഇസ് ഈക്വൽ ടു K into concentration of product of the reactant അല്ലേ? ഇവിടെ 2 റിയാക്ടന്റ് ഉണ്ട്, അപ്പോൾ H2O കൂടി വരേണ്ടതല്ലേ? പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വാട്ടർ ഉള്ള റിയാക്ഷൻസിൽ വാട്ടർ എക്സസ് ആയിരിക്കും എടുക്കുക. അപ്പൊ എക്സസ് കോൺസെൻട്രേഷനിലുള്ള ആളുടെ ചേഞ്ച് അവിടെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ റേറ്റ് ആകെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരെ മാത്രമായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് CH3COO C2H5 മാത്രമായിരിക്കും. സോ റിയാക്ഷൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സെക്കൻഡ് ഓർഡർ, ബട്ട് ആക്ച്വലി അതെന്താണ്? ഫസ്റ്റ് ഓർഡർ. മനസ്സിലായോ? അതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ തന്നേക്കുന്നത് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. അതിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറഞ്ഞാൽ കെയിൻ ഷുഗറിലുള്ള ആളാണ് സുക്രോസ്. എന്താണ് സുക്രോസിന്റെ ഫോർമുല? C12H22O11. അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യാം, അതും ആസിഡിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? C6H12O6 ഗ്ലൂക്കോസ് പ്ലസ് C6H12O6. ഈ റിയാക്ഷൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സെക്കൻഡ് ഓർഡർ ആണ്, ബട്ട് റേറ്റ് ഇക്വേഷൻ പറയുന്ന റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C12H22O11. മനസ്സിലായോ? അപ്പൊ ഇതും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, ബട്ട് അപ്പിയർ ടു ഫോളോ ഹയർ ഓർഡർ കേട്ടോ. ഇതിൽ നമ്മൾ ഇതിന്റെ പേര് സൂക്രോസ്, ഇത് ഗ്ലൂക്കോസ്, ഇത് ഫ്രക്ടോസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഷുവർ ആയിട്ട് നിങ്ങൾ എന്ത് പഠിക്കണം? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്നും അതിന്റെ എക്സാമ്പിളും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ശരി, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത കാര്യത്തിലോട്ട് പോവാണ്. നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അറീനിയസ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് അറീനിയസ് ഇക്വേഷൻ. ഷുവർ ക്വസ്റ്റൻ ആണ് കേട്ടോ. ടീച്ചർ ഇങ്ങനെ ഷുവർ ക്വസ്റ്റൻ ആണെന്ന് പറയുന്നതൊക്കെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. അറീനിയസ് ഇക്വേഷനിൽ ആകെ എത്രയും പഠിക്കാനുള്ളൂ. എന്താണ് അറീനിയസ് ഇക്വേഷൻ? അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. എന്താണ് അറീനിയസ് ഇക്വേഷൻ? K is equal to AE raised to minus CA by RT. Okay, അപ്പോൾ ഇതിൽ K എന്താണ്? K is the rate constant. K is the rate constant.
A എന്ന് വെച്ചാൽ A is the frequency factor or Arrhenius constant. E is the activation energy. R നിങ്ങൾക്കറിയാം R universal gas constant. കേട്ടോ അതിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം 8.314 നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. T is the temperature. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾക്ക് അറീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അറീനിയസ് ഇക്വേഷന്റെ ഇമ്പോർട്ടൻസ് കുട്ടികളെ ഒരു റിയാക്ഷന്റെ റേറ്റ് കൂട്ടണമെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റിയാക്ഷന്റെ റേറ്റ് കൂടും. അപ്പൊ റിയാക്ഷന്റെ റേറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു തരുന്ന ഇക്വേഷൻ ആണ് അറീനിയസ് ഇക്വേഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് അറീനിയസ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ് ഇൻ ഇറ്റ്. അറീനിയസ് ഇക്വേഷൻ എന്താണെന്നും അതിലെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക, ഓരോ ടേംസ്. ഓക്കെ ശരി. അതിൽ ആക്ടിവേഷൻ എനർജി എന്താണ്? ആക്ടിവേഷൻ എനർജി എന്താണ്? ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാല് minimum extra energy which must be supplied to enable them to cross over the energy barrier between reactant and product is called activation energy. ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്റ്റൻസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. ഓക്കെ, റിയാക്റ്റൻസ് തമ്മിൽ വെറുതെ കൊളൈഡ് ചെയ്താൽ പോരാ, വെറുതെ കൂട്ടി ഇടിച്ചാൽ പോരാ. ആ കൊളീഷൻ ഒക്കെ ഇഫക്റ്റീവ് കൊളീഷൻ ആവണം. അതായത് ആ കൊളീഷൻ വഴി നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവണം. ഓക്കെ, അങ്ങനെ രണ്ട് റിയാക്റ്റന്റ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യണമെങ്കിൽ അവർക്കൊരു മിനിമം എനർജി ആവശ്യമാണ്. ആ മിനിമം എനർജീനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്ടിവേഷൻ എനർജി. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, നോക്കൂ, നമുക്കിവിടെ ഒരു റിയാക്റ്റന്റ്, ആ റിയാക്റ്റന്റ് മോളിക്യൂൾസ് പ്രോഡക്റ്റ് ആവുന്നു അല്ലെ? ആ റിയാക്റ്റന്റ് മോളിക്യൂൾസ് പ്രോഡക്റ്റ് ആവണമെങ്കിൽ അവരൊരു ആക്ടിവേഷൻ എനർജി അവർക്ക് വേണം. ആ ആക്ടിവേഷൻ എനർജി വഴി അവരെവിടെ എത്തുന്നു? ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സിലോട്ട് എത്തുന്നു. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് വളരെ അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അൺസ്റ്റേബിൾ ആണ്. അത് പെട്ടെന്ന് തന്നെ എന്താവാൻ നോക്കും? പ്രോഡക്റ്റ് ആവാൻ നോക്കും. ഇതാണ് നമ്മളുടെ ആ ഒരു എനർജി ഗ്രാഫ് കേട്ടോ. ഇനി നമ്മളടുത്ത് നമ്മുടെ എന്താണ് അറീനിയസ് ഇക്വേഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചാൽ, അറീനിയസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. K is equal to AE raised to minus EA by RT ആണ് അല്ലേ? ഇതിന്റെ ലോഗ ഫോമിൽ നിന്നാണ് ഈ ഗ്രാഫ് വരച്ചേക്കുന്നത്. രണ്ട് സൈഡിൽ നമ്മൾ ലോഗ് കൊടുക്കുകയാണെങ്കിൽ ln K is equal to ln A minus EA by RT. ഓക്കെ, ഇത് y equal to mx plus c എന്നുള്ള ഫോമിലാണ് ഈ ഇക്വേഷൻ എടുക്കുന്നത്. സോ y ആക്സിസിൽ എന്ത് കൊടുക്കണം? ln k. അത് നമ്മൾ ലോഗിലോട്ടാക്കാം. ഈ ഇക്വേഷൻ ലോഗിലാണ് എടുക്കുന്നത്. അപ്പൊ log k is equal to log a minus EA by log a minus EA by 2.303 r. ഓക്കെ, അപ്പൊ എല്ലാം ലോഗിലോട്ട് മാറ്റുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യും കേട്ടോ. അപ്പൊ log k is equal to log a minus EA by RT. സോ y ആക്സിസിൽ ആരാടാ? log k. x ആക്സിസിൽ ആരാണ്? 1/t ആണ്. x ആക്സിസിൽ 1/t. സ്ലോപ്പ് ആണ് -EA by 2.303 r. ഓക്കെ അല്ലേ? നമ്മുടെ y ഇന്റർസെപ്റ്റ് ആണ് log a. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇനി അറീനിയസ് ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അറീനിയസ് ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഒരെണ്ണം നോക്കുക കേട്ടോ. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡബിൾസ് when the temperature changes from 20 degrees Celsius to 37 degrees Celsius. Calculate the energy of activation for such an reaction. ഒന്നുകൂടി നോക്കാം. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡബിൾസ് when temperature changes from 20 degrees Celsius to 37 degrees Celsius. നമുക്ക് T1 ആണ് തന്നേക്കണേ 20 degrees Celsius. നിങ്ങൾ അതിനെ കെൽവിനിലോട്ട് മാറ്റണം. അപ്പൊ കെൽവിനിലോട്ട് മാറ്റണമെങ്കിൽ +273 ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടൂടാ? 293 കെൽവിൻ കിട്ടും. അതേപോലെ T2 നിങ്ങൾക്ക് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നേക്കണേ. കെൽവിനിലോട്ട് മാറ്റുക, 273 ആഡ് ചെയ്യും. അപ്പൊ എത്ര കിട്ടും? 310 കെൽവിൻ കിട്ടും. ഓക്കെ, T1 T2 നമ്മൾ എഴുതും. ഇനി പറഞ്ഞേക്കണത് റേറ്റ് ഓഫ് റിയാക്ഷൻ ഡബിൾ, റേറ്റ് ഡബിൾ ആയി. സോ നമ്മൾ K1നെ K എന്നും K2 എന്നുള്ളതാണ്. ടെമ്പറേച്ചർ 20 നിന്ന് 37 ആയപ്പോഴേക്കും റേറ്റ് ഡബിൾ ആയി. സോ റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആയി. അപ്പൊ റേറ്റ് എന്നുള്ളത് K1 എന്നുള്ളത് K ആണെങ്കിൽ K2 എന്നുള്ളത് എന്തായിരിക്കും? അതിന്റെ ഡബിൾ. സോ 2K എന്ന് നമുക്ക് എഴുതാം അല്ലേ? മനസ്സിലായോ? ഇനി അറീനിയസ് ഇക്വേഷന്റെ പ്രോബ്ലം ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. log K2 by K1 is equal to EA by 2.303 r T2 minus T1 by T1 T2. ഓക്കെ അല്ലേ? നമുക്ക് E ആണ് വേണ്ടത്. സോ EA കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. K1 ഉം K2 ഉം T1 ഉം T2 ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ. ക്ലിയർ അല്ലേ?
മനസ്സിലായോ? അപ്പൊ ഇത്രയുമാണ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പൊ ഇത്രയും നന്നായി പഠിക്കുക, എല്ലാവരും നന്നായി പരീക്ഷ എഴുതുക. ഓക്കെ.